അർജുനെ, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി, അതുപോലെ തന്നെ ഷാഫി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഈ ന്യൂമാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കി തിരിച്ചു വരുന്ന വഴിക്ക് തലശ്ശേരിയിൽ വെച്ച് മദ്യപിക്കുന്ന ഒരു ദൃശ്യം മാധ്യമങ്ങളിലൊക്കെ വന്ന് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊടിസുനിയുടെ ജാമ്യം റദ്ദാക്കുകയും, ഈ പരോളാണ് ഉദാഹരണം, ജാമ്യം എന്ന് ഉദ്ദേശിച്ചത് പരോളാണ്, പരോൾ റദ്ദാക്കുകയും കൊടിസുനിക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തി കേസെടുക്കുമെന്നൊക്കെയാണ് DGP ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ശക്തമായ ചില വികാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം സർക്കാരിനാണ് ഇതിലും പഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും CPM എന്താണ് ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഇവിടെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നത് ഇതിനെ? അല്ല, സ്വാഭാവികമായിട്ടും CPM ഒരു ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങളെ താലോലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാ ചെലവും നൽകി തീറ്റിപ്പോറ്റി വളർത്തുന്നു CPM. അത് തന്നെയാണ് CPM കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറയുന്ന അക്രമ രാഷ്ട്രീയം ഇല്ലാതെ, അക്രമം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ CPM എന്നുള്ള ഒരു പാർട്ടി ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്രമ സംഘങ്ങളെ, ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ എല്ലാം തന്നെ CPM തീറ്റിപ്പോറ്റും. ഏതൊരു പരിധി വരെയും CPMന്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേലാളന്മാരും ഈ പറയുന്ന പോലെ തീറ്റിപ്പോറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. നമുക്കറിയാം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ പറയുന്ന പോലെ അതൊരു CPMന്റെ ഒരു കുത്തകയായി മാറിയിരിക്കുകയാണ്. അറിയാമല്ലോ, ഈ പറയുന്ന കൊടിസുനിയുടെയൊക്കെ ജാമ്യം റദ്ദാക്കിയാൽ പോലും അദ്ദേഹത്തിനൊക്കെ ജയിലിൽ ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലക്ഷറിയസ് ലൈഫാണ് അദ്ദേഹത്തിന് ജയിലിൽ പോലും ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനൊന്നും യാതൊരു നീക്കുപോക്കുകളും അതിന്റെ ഈ പറയുന്ന ജാമ്യം റദ്ദാക്കി എന്നുള്ളത് കൊണ്ടില്ല. ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പരോൾ ലഭിച്ചിരുന്നു. ഈ പരോൾ ലഭിച്ചത് പോലും അനർഹമായിട്ടുള്ള രീതിയിലൂടെയാണ് പരോൾ ലഭിച്ചത്, അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അനർഹമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പരോൾ ലഭിച്ചു. അതിനുശേഷം ഇനിയിപ്പോ വീണ്ടും ജയിൽവാസത്തേക്ക് നീങ്ങിയാലും ജയിലിലും അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആഡംബരപൂർണമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന പോലെ CPMന് വേണ്ടി ചാവാറാകാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് CPM നൽകുന്ന ഒരു പരിരക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾക്ക് നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കൊടിസുനി, ഷാഫി, കിർമാണി മനോജ്, അണ്ണൻ സുജിത്ത് തുടങ്ങിയ കൊട്ടേഷൻ സംഘങ്ങളാണ് കുറെ കാലമായിട്ട് കണ്ണൂരിലെയും മലബാറിലെയും ഒക്കെ CPMന്റെ ക്രിമിനൽ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇവർ യഥാർത്ഥ പ്രതികളിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇന്ന് CPMന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കരും അകത്ത് കടന്നേനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടെ എന്താണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ TP കേസിലെ പ്രതികൾക്ക് CPM നൽകി വരുന്ന സഹായങ്ങൾ പലതും CPM പിൻവലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിരന്തരമായി ഇവർ ജയിലിനുള്ളിൽ നിന്ന് കൊട്ടേഷൻ എടുക്കുന്നു, മറ്റ് ഈ പറയുന്ന ലഹരിക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ഇവരുടെ പേര് വരുന്നു, സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾ ഇവരുടെ പേര് വരുന്നു. അങ്ങനെ പേര് വന്നതുമൊക്കെ ബന്ധപ്പെട്ട് CPMന് വലിയ തലവേദന അവർ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ പ്രത്യക്ഷത്തിൽ പിണക്കാൻ കഴിയില്ല പാർട്ടിക്ക്. ഇവർ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയാൽ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇവർ CPM ഇവരെ പിണക്കുന്നില്ലെങ്കിൽ കൂടിയും ചില സൂചനകൾ ഇവർക്ക് കൊടുക്കണമെന്നാണ് CPMന്റെ പാർട്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് ഈ കൊടിസുനിയും അതുപോലെ തന്നെ കിർമാണി മനോജും ഉൾപ്പെടെയുള്ള ആളുകളുടെ സംഘം ഉണ്ടല്ലോ, ആ സംഘത്തിൽ നിന്ന് ഇവർ ഒരു കൊട്ടേഷൻ എടുത്തു. അതായത് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എടുത്ത കൊട്ടേഷനും അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കമുണ്ടായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആ തർക്കം പരിഹരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ ഇവർ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് പലപ്പോഴും CPM ക്രിമിനലുകളുടെ പറുദീസ, അല്ലെങ്കിൽ അവർക്ക് പരവതാനി, അതെ സങ്കേതമാണ്, തീർച്ചയായിട്ടും പരവതാനി വിരിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ കിട്ടും. അവർക്ക് മൊബൈൽ ഫോൺ കിട്ടും, അവർക്ക് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി കിട്ടും, അവർക്ക് ഈ പറയുന്ന ജയിൽ ഡ്യൂട്ടി എടുക്കേണ്ട കാര്യമില്ല, ഇനി അല്ലാത്ത രീതിയിൽ അവർക്ക് മറ്റ് കാര്യങ്ങളില്ല. ഇവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ വേണമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ജയിൽ വകുപ്പ് അധപ്പതിച്ചു എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ടീം, അതായത് ഇവരുടെ സംഘം തന്നെ രണ്ടായിട്ട് പിരിയുന്നത്. അപ്പൊ ആ ഒരു ഇവരെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടന്നെങ്കിൽ കൂടിയും അത്തരത്തിലൊരു കാര്യം വിജയകരമായി കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന മാഹി ഇരട്ടക്കൊല കേസിന്റെ വിചാരണാർത്ഥം കൊടിസുനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം, പോലീസ് സംഘം പോയി വരുന്നതിനിടയ്ക്ക് ഇവര് എന്ത് ചെയ്തത്, മദ്യപിച്ച കാര്യം ഇതേ സംഘത്തിലുള്ള ആരൊക്കെയാണ് മദ്യപിക്കുന്നത് അതും കൂടി നമ്മൾ അറിയണം. ഈ കൊടിസുനി, ഷാഫി തുടങ്ങിയ ആളുകളാണ് പോലീസുകാരുടെ
കൺമുന്നിൽ വെച്ചാണ് ഇവർ മദ്യപിക്കുന്നത്. ഒരു വണ്ടി വരുന്നു, ആ വണ്ടിയിൽ നിന്ന് 1-2 പേർ ഇറങ്ങുന്നു, പോലീസുകാർ നോക്കി നിൽക്കെ അവരെയും കൂട്ടി ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഇവർ മദ്യപിക്കുകയാണ്. പോലീസുകാർ അവിടെ കാവൽ നോക്കുകുത്തികളാവുന്നു. അങ്ങനെ അത് പക്ഷേ ഉടനെ തന്നെ എന്താണ് അവിടുത്തെ ആ കടയുടെ CCTV ദൃശ്യങ്ങളിൽ ഇത് പതിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഘത്തിൽപ്പെട്ട ആൾ ഉടൻ തന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൊടുക്കുകയും ഉടനെ പ്രാദേശികമായ ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി ഈ CCTV ദൃശ്യങ്ങൾ പുറത്തെടുത്ത് ആ CCTV ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം CPM-നുള്ളിൽ 2 ചേരി ഉണ്ടായിരിക്കുന്നു. ഒന്ന്, കൊടിസുനിയും കിർമാണി മനോജും ഉൾപ്പെടുന്ന അണ്ണൻ സീത്തും ഒക്കെ ഉൾപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തിനെതിരായ ഒരു പ്രമുഖ ചേരിയും അവരെ അനുകൂലിക്കുന്ന ഒരു ചേരിയും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ലോക്കൽ പോലീസ് പലപ്പോഴും ഇവർക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കന്മാരുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഈ സംഘങ്ങൾ തമ്മിൽ തെറ്റിയ സമയത്ത് എന്താണ് ഒരു ഇപ്പം കൊടിസുനിയും അതുപോലെ തന്നെ ഈ ഷാഫിയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഈ കൊട്ടേഷൻ മാഫിയ പ്രവർത്തനങ്ങൾ സർക്കാരിന് വലിയ തലവേദനയാവുകയും സർക്കാർ ഇവർക്ക് വലിയ പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അവർ ആ തരത്തിൽ എന്താണ് അവരോട് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് TP വധക്കേസിലെ പ്രതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൊടിസുനിക്ക് കിട്ടാവുന്ന, അതായത് കൊടിസുനിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായി കിട്ടിയപ്പോൾ, അത്തരത്തിലൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഉടനെ തന്നെ സർക്കാരിന്റെ ചില ഉന്നതന്മാർ ഇടപെട്ടുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് ഇത്തരമൊരു ദൃശ്യം എടുക്കുകയും അത് മാധ്യമങ്ങളിലേക്ക് എത്തിക്കുകയും ആ മാധ്യമങ്ങൾ മുഖേന ഇത് ജനങ്ങൾ മുഴുവൻ അറിയുകയും ഇനി ഈ കാര്യത്തിൽ ഒരു കേസ് കൂടി എടുത്തു കഴിഞ്ഞാൽ ആർക്ക് പ്രശ്നമാണ്? കൊടിസുനിക്ക് ഇനി പരോൾ ലഭിക്കില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നോട്ടുണ്ട്, എന്ത് ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് യാതൊരു തരത്തിലും എന്തനുവദിക്കരുത്, പരോൾ അനുവദിക്കരുത് എന്നൊരു നോട്ട് ഓൾറെഡി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കേസ് കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പരോൾ ലഭിക്കില്ല എന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ സംഘത്തിൽ തന്നെ വിള്ളലുണ്ടായിരിക്കുന്നു. അവർ ഈ പറയുന്ന കൊട്ടേഷൻ മുതൽ പങ്കിട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊട്ടേഷന്റെ പ്രതിഫലം പങ്കിട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആ വേറൊരു ടീം ഉണ്ടായി, ആ ടീമിനൊരു ലീഡർഷിപ്പ് ഉണ്ടായി. CPM-ന്റെ ഒരു പറ്റം ആളുകളുമായിട്ട് ഈ ഗ്യാങ് കൂടുതൽ അടുക്കുന്നു എന്നും ഇപ്പോഴുള്ള TK രജീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗ്യാങ് CPM-ഉമായിട്ട് അകലുന്നു എന്നുമാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്ന വിവരം. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തുകയും അവിടെ കൃത്യമായി പരിശോധിക്കുകയും അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തി ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന പോലെ കണ്ണൂർ റേഞ്ച് DIG ആയിരുന്ന ഇപ്പം അവിടെ ഈ നമ്മുടെ യതീഷ് ചന്ദ്ര IPS ഉണ്ട്. യതീഷ് ചന്ദ്ര IPS ഇപ്പം കണ്ണൂർ റേഞ്ച് DIG ആണ്. അദ്ദേഹവും കോഴിക്കോട് കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ മാധ്യമപ്രവർത്തകർ DGP-യോട് ചോദിച്ചു, ഇത് ഇത്രയും നാൾ ഈ മദ്യപാനം ജൂൺ 21 മുമ്പാണ് ഈ മദ്യപാനം നടന്നത്. ആ മദ്യപാനം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടിസുനിക്കെതിരെ കേസ് എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി കേസ് എടുക്കും, അതായത് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, ആർക്കെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഇളവ് കൊടുത്ത് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി അന്വേഷിക്കും. കൊടിസുനിക്കെതിരെ വേണ്ടി വന്നാൽ കേസ് എടുക്കുമെന്ന് തന്നെയാണ് DGP പറഞ്ഞത്. അങ്ങനെ DGP വെറും വാക്ക് പറയില്ല. കാരണം അത് ഈ പറയുന്ന ഭരണ നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു അനുമതി ഇല്ലാതെ DGP-ക്ക് അത്തരത്തിലൊരു കാര്യം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇവിടെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ആകാശ് ചില്ലങ്കേരിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ, അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ അവർക്കും നൽകിയിരുന്ന ഒരു പിന്തുണയും എനിക്ക് തോന്നുന്നു പിന്നീട് CPM-ന്റെ ഗവൺമെന്റ് അവർക്കും പിൻവലിച്ചു എന്ന് തോന്നുന്നു അല്ലെ. ആകാശ് ചില്ലങ്കരിക്കും അതോടൊപ്പം അർജുൻ ആയങ്കിക്കും ഇതേ ഒരു പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല. പണ്ട് ലഭിച്ചിരുന്ന പോലുള്ള ഒരു പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും. അതായത് ഇത്തരം ക്രിമിനലുകളെ പാർട്ടിയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കെ അവർക്ക് അവരുടെ
സാമ്പത്തിക ആവശ്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവർ മയക്കുമരുന്ന് കാര്യങ്ങളിലേക്കും കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ പോവുകയും അവരെ പിന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാർട്ടി പോവുകയും ചെയ്തു. കാരണം പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അർജുൻ ആയെങ്കിൽ അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയും ഒക്കെ ഇപ്പൊ കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ കൊച്ചിയിലെ ചില പ്രവർത്തകരുടെ അല്ലെങ്കിൽ ചില ഈ ഗുണ്ടാസംഘങ്ങളുടെ ഒക്കെ പ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ അതിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇവരുണ്ട് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ CPM കഴിയൊഴിയുന്നു. 2 തരത്തിലുള്ള ഗ്യാങ്ങുകൾ ഉണ്ടാകുന്നു. ആ കുടിപ്പകയുടെ മൂലമാണ് ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് 2 തരത്തിൽ CPM-ലെ ചേരികൾ തമ്മിൽ പോരാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായി KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയാവും നമുക്ക്